ഹലോ ഫാമിലി. 2 ദിവസം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം 2 ദിവസം 3 ദിവസം 3 ദിവസം പിന്നെ അവർ കൂട്ടുകാർ പോയി. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും യാത്രയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ 2 ദിവസം പാർട്ട് ടൈം ജോബും അങ്ങനെ ഒരുപാട് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം വ്ളോഗ് എടുക്കാതിരിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലമായ മ്യൂണിക്കിലാണ്. മ്യൂണിക്കിൽ ചുമ്മാ കറങ്ങാൻ പോണതല്ല, എൻ്റെ ഒരു വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ജർമ്മനിയിലെ സൂരജ്, പുള്ളി അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നത്. അപ്പോൾ പുള്ളി കഴിഞ്ഞ മാസം നാട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകണം. പിന്നെ എൻ്റെ അനദർ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അർജുൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് പ്രൊജക്റ്റിൻ്റെ എക്യുപ്മെൻസോ എന്തോ കാര്യങ്ങൾ. അപ്പോൾ അതും അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഈ ആഴ്ച ഞാൻ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. വെളിയിൽ പോയി സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ജസ്റ്റ് 3 ദിവസമേ പോകുന്നുള്ളൂ. ഇന്ന് പോകുന്നു, നാളെ സ്റ്റേ അടിക്കുന്നു, പിന്നെ മറ്റന്നാൾ തിരിച്ചു വരുന്നു. ആ രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അറിഞ്ഞില്ല ഇത് ചെയ്യാൻ പറ്റുമെന്ന്, അവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ചു തരാൻ പറ്റുമെന്ന്. പക്ഷേ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കാണിച്ചു തരാം. എന്തായാലും നമുക്ക് മ്യൂണിക്കിലോട്ടുള്ള യാത്രയ്ക്ക് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോബിയാക്സ്. നമ്മൾ ഹാലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചായയും പിന്നെ ജർമ്മനിയിലെ ഒരു പലഹാരവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ പോകുന്നതാണ്. രാവിലെ ഇറങ്ങിയാലേ മ്യൂണിക്കിൽ ഉച്ചയാകുമ്പോഴെങ്കിലും എത്തുള്ളൂ, കാരണം അത്രയും ദൂരമുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ 43 യൂറോ ടിക്കറ്റാണ്. 43 യൂറോ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 43 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ, നമ്മൾ റീജിയണൽ എക്സ്പ്രസ് എന്ന് പറയും, ഈ ലോക്കൽ ട്രെയിനിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏത് മാസം എത്ര വേണമെങ്കിലും 43 മാത്രം കൊടുത്താൽ മതി. ഇത് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഉപകാരപ്രദമായ ഒരു സ്കീമാണ്. നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് തന്നെയാണുള്ളത്. നേരത്തെ നമുക്ക് സെമസ്റ്റർ കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെമസ്റ്റർ കാർഡ് ഇപ്പോൾ നിർത്തിയിട്ട് ഇവർ 43 യൂറോ കാർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമുക്കും ഉപയോഗിക്കാം, ബാക്കി ആൾക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷേ എല്ലാ മാസവും 43 വെച്ച് കൊടുക്കണം. പക്ഷേ 43 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഒരു മാസം നമുക്ക് ഇവിടുത്തെ ലോക്കൽ ട്രെയിനുകൾ സഞ്ചരിക്കാം. അപ്പോൾ ലോക്കൽ ട്രെയിൻ വഴി മ്യൂണിക്കിൽ പോകുമ്പോൾ ഉദ്ദേശം ഇത് 8 മണിക്കൂറെങ്കിലും നമുക്ക് എടുക്കും. അല്ലാതെ സാധാ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനെ കൊണ്ട് ഇവിടെ, അപ്പോൾ അതൊക്കെ നമുക്ക് 3 മണിക്കൂറോ 4 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ ഇത് നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ നമുക്കത് പോവാം. അങ്ങനെ നമ്മുടെ 7 മണിക്കൂർ യാത്രയുടെ ആദ്യ വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ എയർപോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. എയർപോർട്ടിൽ നിന്ന് എർലാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. എർലാങ്ങനിൽ നിന്ന് ന്യൂറംബർഗ് മ്യൂണിക്ക്. ഇങ്ങനെ ഇനി ഒരു 3 വണ്ടിയും കൂടെ കയറാനുണ്ട്. ഐ മീൻ എർലാങ്ങൻ, ന്യൂറംബർഗ്, 3 വണ്ടിയും കൂടെ കയറാനുണ്ട്. ഈ 3 വണ്ടി കയറി മ്യൂണിക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിപ്പോൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 9, 10, 11, 12, 1, 2, 3 മണിയാകുമ്പോൾ നമ്മൾ മ്യൂണിക്ക് ഹോപ്പ്ബാനോഫ് എത്തും. അപ്പോൾ ഇതിൽ പക്ഷേ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൊടുത്ത 43 യൂറോയിലാണ് നമ്മൾ മ്യൂണിക്ക് വരെ പോകുന്നത്. അപ്പോൾ 7 മണിക്കൂർ യാത്ര എന്ന് പറയുമ്പോൾ എത്ര ദൂരം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കേട്ടോ, ഇത് കമ്പയർ ചെയ്യുക, ലോക്കൽ ട്രെയിൻ കമ്പയർ ചെയ്യാം. അല്ലാതെ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുകളാണ് നമുക്ക് മെയിൻലി നമ്മളിങ്ങനെ ലോങ് ഓടാൻ എടുക്കുന്നത് പോലും. അതിന് പിന്നെ പ്രത്യേകം പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കാറില്ല. നമുക്കിപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റാണ്, അഫോർഡ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ നമ്മൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായ കാര്യം. പക്ഷേ ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രൗഡായിരിക്കും. എത്ര ആൾക്കാർ പോകണം, ഭയങ്കര ക്രൗഡും. പിന്നെ ക്രൗഡ് കൂടുമ്പോൾ ഇവർ ട്രെയിൻ ഡിലേ ആക്കും. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ശോകമാണ് ജർമ്മൻ RE ട്രെയിനിൻ്റെ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ 3 മണിക്ക് മ്യൂണിക്ക് ഹോപ്പ്ബാനോഫ് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്യാം. സോ ഡയറക്റ്റ് ടു എയർപോർട്ട്. രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇത്
ഒക്ടോബർ ആയതേ ഉള്ളൂ, ഇത് ഇല പൊഴിയുന്ന സമയമായതേ ഉള്ളൂ, എന്നിട്ടും കണ്ടോ ഗൈസ്, അത് മൊത്തത്തിൽ ഒരു പുകമയവാ. ഇതാരും ഇട്ട് പുകയ്ക്കുന്നൊന്നുമല്ല കേട്ടോ, ഇത് സത്യത്തിൽ ഇവിടെ കോട ഇറങ്ങി നിൽക്കുക. ഇപ്രാവശ്യത്തെ വിൻ്റർ എന്താവും അറിയത്തില്ല കേട്ടോ. എന്താ എനിക്ക് തോന്നുന്നു മിക്കവാറും നല്ല തണുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വർഷം നമുക്ക് അത്രത്തോളം ചൂടും അനുഭവപ്പെട്ടിട്ടില്ല. കണ്ടോ മുകളിലൊരു ക്യാസിൽ. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ഇതാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും നല്ല സുന്ദരമായ സ്ഥലങ്ങളുണ്ട്. കാരണം മ്യൂണിക്കാണ് ജർമ്മനിയിലെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക, ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇടയിൽ ട്രെയിനും വന്നു. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് നമുക്ക് നേരിട്ട് കണ്ടറിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എത്ര വീഡിയോ എടുത്താലും അതിൻ്റെ ഒരു 10-1 മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ലോകം മൊത്തം കണ്ടിട്ട് നമ്മൾ ഇന്ത്യ ഒന്ന് കറങ്ങി കണ്ടാൽ മതി, എന്താണെന്ന് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഈ കാണുന്നതിൻ്റെ വേറൊരു തലമാണ് നമ്മളെ കേരളത്തിലും നാട്ടിലുമൊക്കെ കാണുന്നത്. അതിൻ്റെ വേറൊരു വെർഷൻ പോലെ ഇവിടെ ഉള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബ്രോസ്, ഇത് ഇന്ത്യ എന്ന് പറയുന്നത് അത് വേറൊരു തലം തന്നെയാണ്. നമുക്ക് അതിനെ ഒരിക്കലും ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ എടുത്തത്. എന്തായാലും നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. എയർപോർട്ട് എത്തി ഗൈസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി എർലാങ്ങനിലോട്ട് പോകുന്ന ട്രെയിൻ പിടിക്കണം. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഞാൻ നോക്കിയപ്പോൾ അത് 9ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇതേ 9ാമത്തെ പ്ലാറ്റ്ഫോം ഇതോ ആ വണ്ടി കിടക്കുന്നതാണ്. ഇനി ഈ വണ്ടിയാണ് ഇവിടുത്തെ വന്ദേ ഭാരത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വന്ദേ ഭാരത്. ഇനി ഇത് ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത വണ്ടി നമുക്ക് 30 മിനിറ്റോളം നമ്മൾ വെയിറ്റിംഗ് ടൈമുണ്ട്. കാണാമോ? 30 മിനിറ്റോളം നമുക്ക് വെയിറ്റിംഗ് ടൈമുണ്ട്. ഈ 30 മിനിറ്റോളം വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും 30 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. കറങ്ങി നടക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും എന്തോ എനിക്ക് ഈ വണ്ടി മാറി കയറുന്നതുകൊണ്ട് അധികം കറങ്ങി പോകാനൊന്നും പറ്റില്ല. എനിക്ക് കറങ്ങാനൊന്നും അധികം വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടെ നിന്ന് നമുക്ക് 9ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി സ്റ്റെപ്പ് ഇറങ്ങി അപ്പുറത്ത് പോവാം. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ഹോബ്ബാനോഫ് കേട്ടോ. നമുക്ക് ഹോബ്ബാനോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റിയിലെ മെയിൻ സ്റ്റേഷനെയാണ് ഈ ഹോബ്ബാനോഫ് എന്ന് പറയുന്നത്. ഞാൻ മിക്കവാറും ഇപ്പോൾ പറഞ്ഞ് എനിക്ക് അതിൻ്റെ വായിൽ ഹോബ്ബാനോഫ് എന്നേ വരുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോൾ എന്തായാലും ഹോബ്ബാനോഫ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റേഷനാണെന്ന് അങ്ങ് വിചാരിച്ചോണം. നമ്മുടെ നാട്ടിലെ പോലെ ചായയും വടയൊക്കെ നിൽക്കുന്ന ഒരു കട മാത്രമല്ല ഇവിടെ. മിക്കപ്പോഴും നമുക്കൊരു ബുക്ക് കട, ഇതൊക്കെ ഫുഡ് കടയാണ്. നമുക്ക് ഇവിടെ നിന്നെല്ലാം ഫുഡ് വാങ്ങിച്ച് തിന്നാം. പിന്നെ ബുക്ക് കടയുണ്ട്, മെക്ഡോണൽഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെയിൻ ഹോബ്ബാനോഫ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ടൊന്നും പോകണ്ട. നമുക്കിവിടെ തന്നെ ആവശ്യത്തിനുള്ള എൻ്റർടൈൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു മെയിൻ സ്റ്റേഷനൊക്കെ ഇതുപോലെ ആവണം ഒരു ദിവസം, ഒരു സമയം. അത് എന്തായാലും ഇപ്പോഴും നടക്കത്തില്ല. ഇതേപോലത്തെ എന്തായാലും നമ്മുടെ മിനിസ്റ്റേഴ്സൊക്കെ വിദേശ യാത്രകൾ നടത്തുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എത്രത്തോളം ഇനി ചെയ്തു വരണമെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ദൈവമേ, ആരും പരാമൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. നമ്മളെ വണ്ടി വന്നു കേട്ടോ. നമുക്ക് തുറക്കാം. ഇത് ഡബിൾ ഡക്കറാണ്. നമുക്കെന്തായാലും മുകളിൽ തന്നെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. എനിക്ക് തോന്നുന്നു ആ ഡയറക്ഷനാണ് പോകുന്നതെന്ന് തോന്നുന്നു. ആ ഡയറക്ഷൻ പോലെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി അങ്ങോട്ട് പോവാം. ഇനി ഇത് നേരെ എർലാങ്ങനിലോട്ടാണ് പോകുന്നത്. പിന്നെ 1 മണിക്കൂറും കൂടെ ഉണ്ട്. 1 മണിക്കൂറുണ്ട് എർലാങ്ങന് വീണ്ടും ന്യൂറംബർഗിലോട്ട് ഒരു അരമണിക്കൂറിന് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇരിക്കാം. ഇത് കുറച്ചുകൂടെ നല്ല ട്രെയിനാണ്. നമ്മൾ നേരത്തെ വന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ട്രെയിൻ. നമുക്ക് ഡബിൾ ഡക്കറാണ്. കുറച്ചും കൂടെ നമ്മൾ മുകളിലായിരിക്കുന്നത്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ലോക്കൽ ട്രെയിനാണെങ്കിലും ഇവിടുത്തെ ട്രെയിനിൻ്റെ വൃത്തി എന്ന് പറയുന്നത് അപാരമാണ്. ഇതൊക്കെ ഇനി എന്ന് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വരുമോ എന്തോ.
എന്ത് നല്ല വൃത്തിയാണെന്ന് നോക്കണേ ബ്രോസ്. ഇങ്ങനെ ഒരു വൃത്തിയുള്ള ലോക്കൽ ട്രെയിന് നാട്ടിലെവിടെയും കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം നല്ല ട്രെയിൻ, അത് അടച്ചു പൂട്ടി നല്ല ഉറപ്പുള്ള ട്രെയിൻ. ഇങ്ങനെ വേണം നമ്മളെ നാട്ടിലെ ട്രെയിനൊക്കെ വരാൻ. പിന്നെ നമ്മളെ നാട്ടിലെ പോപ്പുലേഷൻ അറിയാമല്ലോ, നമ്മൾ എത്ര ട്രെയിനെന്നും പറഞ്ഞ് ഇടുന്നേ. അതൊക്കെ ഒരു വലിയ ഫാക്ടറാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാം. യൂറോപ്പ് എന്ത് ബ്യൂട്ടിയാണല്ലേ. എനിക്ക് വ്ളോഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ജർമ്മനിയിലെ ബ്യൂട്ടി കൂടിയെന്ന് തോന്നുന്നു. ജർമ്മനിയിൽ വീടിരിക്കുന്ന സ്ഥലം കൊണ്ടോ ബ്രോസ്, നമുക്ക് ഇത് കുറച്ചും കൂടെ ഔട്ട്സ്കട്ട്സാണ്. എന്ന് വെച്ചാൽ കുറച്ച് സിറ്റിയോട് വിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീടായിട്ടൊക്കെ ഇരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് മൊത്തം ഫ്ലാറ്റ് പോലത്തെ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റിയിലെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ കുറച്ചുകൂടെ വെളിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ത് ബ്യൂട്ടിയാണല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് ആക്സസിബിലിറ്റി ഭയങ്കര കുറവാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ താമസിച്ച് നമുക്ക് കാറില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാണ്. പിന്നെ നമ്മൾ ബസ് നിൽക്കാനൊക്കെ നമ്മൾ നാട്ടിലെ പോലെ നമ്മളൊരു ഇടവഴി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോഴേക്കും ബസ്സൊക്കെ വരുന്നത്. ആ രീതിക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാറില്ലെങ്കിൽ പെട്ടുപോകും, പെട്ടെന്ന് ഒരു എമർജൻസിക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷേ സിറ്റി സെൻറ്ററിലൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം പ്രശ്നം വരില്ല. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടും. ബസ് അല്ലെങ്കിൽ ട്രാമായാലും നമുക്ക് കിട്ടും ഇവിടെ. അപ്പോൾ നമ്മൾ വെൽ സെറ്റിൽഡായിട്ടൊരു കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. മാത്രമല്ല ഇവിടുത്തെ റെൻറ്റും അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ജേണി തുടരാം. കോർബോർഗ് എന്ത് ബ്യൂട്ടിയാണെന്ന് നോക്കണേ. ഇതിപ്പോൾ ബയേൺ എന്ന് പറയുന്ന തീരട്ടെ. ഇതിപ്പോൾ ബയേൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഔട്ട്സ്കട്ട്സാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബയേണിലോട്ട് കയറുന്നതേ ഉള്ളൂ. പക്ഷേ ആ ബയേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്റ്റേറ്റാണ്. ഇവിടെ ജർമ്മനിയിലുള്ള വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റാണ് ബയേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്സ്കട്ട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ കയറുന്നതേ ഉള്ളൂ. കയറുമ്പോൾ തന്നെ എന്ത് ബ്യൂട്ടിയാണെന്ന് നോക്കണേ. എന്തുമാത്രം വെൽ മെയിൻറ്റൈൻഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ പ്രകൃതി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മ്യൂണിക്കിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഇതിനേക്കാളും ഭംഗിയുള്ള ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ഒരു സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് ഒരുക്കിത്തരും. അങ്ങനത്തെ രീതിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടരാം. നമ്മളങ്ങനെ എർലാങ്ങൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എർലാങ്ങൻ. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. പ്ലാറ്റ്ഫോം നോക്കിയിട്ട് വരാം. അങ്ങോട്ട് പോകണം. നമ്മൾ എർലാങ്ങിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ന്യൂറംബർഗ് പോകണം. ന്യൂറംബർഗ് ഒരു മണിക്കൂറുണ്ട്. അവിടെ ചെന്നിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മ്യൂണിക്ക് പോകണം. അപ്പോൾ വണ്ടി എന്തായാലും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ന്യൂറംബർഗ്. അങ്ങനെ നമ്മൾ മ്യൂണിക് ഹോപ്പ്ബാനോഫ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് S4 പിടിക്കണം. എല്ലാവരും നല്ല തിരക്കിലാണ് ഇവിടെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് ഹോപ്പ്ബാനോഫ് ഇൻ ജർമ്മനിയാണ് മ്യൂണിക്. അതിൽ തന്നെ ഇപ്പോൾ ഒരു ഭയങ്കര തിരക്കാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഒക്ടോബർ ഫെസ്റ്റ് നടക്കണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ മുണ്ടും ജുബയും അല്ലെങ്കിൽ സാരി പോലെ ഇവർക്ക് ഇവിടെ ഒരു ട്രഡീഷണൽ ക്ലോത്തിങ് ഒക്കെ ഉണ്ട്. അത് വെച്ചാൽ ഇവർ ഒക്ടോബർ ഫെസ്റ്റിന് വരാറ്. അവരുടെ ഫ്രോക്കും പിന്നെ ആണുങ്ങളാണെങ്കിൽ അവരുടെ ഉടുപ്പും ഷോർട്ട്സും ഒക്കെ ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിൽ കൂടെയാണ് ന്യൂറംബർഗിൽ നിന്ന് മ്യൂണിക്കിലോട്ടുള്ള വണ്ടി ഭയങ്കര തിരക്കായിരുന്നു. അതിപ്പോൾ അത് ഇറങ്ങി വന്നു തന്നെ എങ്ങനെയെന്ന് ബായും കൊണ്ട് ഇറങ്ങി വന്നത്. ഇപ്പോൾ
എന്തായാലും നമുക്കിനി ഔബിങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം. സൂരജിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പോകണം, നമുക്ക് നോക്കാം. ഔബിങ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് തുറക്കണം. സോ നമ്മൾ ഔബിങ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടിറങ്ങി നടക്കണം. ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ, അത് അങ്ങ് അറ്റത്താണ്. നമ്മൾ അവിടെ പോയിട്ട് വേണം ഇനി താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. താഴെ ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാമേ. ഹോബാനോഫിനെ താഴെ ഇറങ്ങി എക്സിറ്റ് വന്നു. അവിടെ നിന്ന് നമ്മൾ നടക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിനെ കയറി പിടിക്കുന്നു. ഇതൊക്കെ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്കത് കാണിക്കാനും പറ്റില്ല. അതിനൊക്കെ പിടിക്കാൻ കണ്ട സമയം. ഇവിടുത്തെ ഇടയ്ക്കാണ്. ഞാൻ ഒരിക്കലും വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടയ്ക്ക്. അതിൻ്റെ അടുത്ത ബ്രാഞ്ചാണ് ഈ കാണുന്ന ഇടയ്ക്ക. ഇന്നിവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം കൊള്ളാം കേട്ടോ. കുറച്ച് കാമായിട്ടുള്ള സ്ഥലമാണ് മൊത്തത്തിൽ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിലും ഇവിടെ ഒന്നും ആ ഒരു വണ്ടിയുടെ ഇരച്ചിലോ ആൾക്കാരെ ഭയങ്കര ഒരു റഷോ അങ്ങനെ ഒന്നുമില്ല. കണ്ടോ? ഓ, ഇത് പ്രൈവറ്റ് സ്പീൽ പ്ലാറ്റ്സ്, പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ ഒരു ഓപ്പണായിട്ടൊരു ടേബിൾ ടെന്നീസ് കോർട്ടൊക്കെ. ഇവിടുത്തെ ഈ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇവിടെ കളിക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുകയും അവർക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വെളിയിൽ നിന്ന് വന്ന് ഇവിടെ കളിക്കാൻ പറ്റത്തില്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ബോർഡുണ്ടായിരുന്നു, അവിടെ ആ വെള്ള ബോർഡിൽ. ഇതുവഴിയൊക്കെ ഒന്ന് വൈകുന്നേരം നടക്കാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലേസാണ്. പക്ഷെ നിലവിൽ നമ്മളിപ്പോൾ നമ്മളെ സ്റ്റഡീസും കാര്യങ്ങളും പാർട്ട് ടൈം ജോബൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ലൈഫ് അത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ, അതാണ് നമ്മൾ ഉപയോഗിക്കാനുള്ള വാക്ക്. ആസ്വദിക്കാൻ നമുക്ക് അവിടെ പറ്റുന്നില്ല. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് എപ്പോഴും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് നഷ്ടം തന്നെയാണ്. എന്തായാലും കിട്ടുന്ന മൊമെൻറ്റ്സ് നമ്മൾ ആസ്വദിക്കുക. അതിപ്പോൾ പ്രകൃതിയുടെ രൂപത്തിലായാലും അല്ലാതെ നമ്മുടെ ഒരു ആഘോഷത്തിൻ്റെ രൂപത്തിലായാലും ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായാലും എല്ലാം. ഇത് കണ്ടോ, എന്ത് രസമാണ്. നമുക്ക് ആ പാസേജിൽ കൂടെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ കിട്ടിയൊരു വ്യൂ ആണ് ബ്രോസ്. എന്ത് രസമാണ്. ഇനി അങ്ങോട്ട് ഇതാണ് യഥാർത്ഥ ജർമ്മനിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഒരു ഉൾസ്ഥലം. ഇവിടെയൊക്കെ മിക്കവാറും ഇവിടുത്തെ നേറ്റീവ് ജർമ്മൻസ് ആയിരിക്കും ജീവിക്കുന്നത്. അവരുടെ കൾച്ചറും അവരുടെ കാര്യങ്ങളും അവരുടെ വേ ഓഫ് ലിവിങ്ങും എല്ലാം ആയിരിക്കും ഈ ഒരു സ്ഥലത്തെല്ലാം വരുന്നത്. നമുക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണിയാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് തോന്നുന്നത്. അറിഞ്ഞിട്ടില്ല. ഇല്ല, നമ്മളെ വ്ളോഗ് നമുക്ക് നന്നാക്കണമല്ലോ. എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കണമല്ലോ. ഇതാണ് നമ്മുടെ ഒരു മ്യൂണിക്കിലെ ഒരു ഔട്ട്സ്കേർട്സിലെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. സൂരജിൻ്റെ വീട്ടിൽ കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കത്ത് കയറിയിട്ടുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, വിജനതയിൽ എൻ്റെ നൻപൻ വീട്ടിലിരിക്കുന്നു. നൻപൻ വലിയ ബിസിനസ് മാഗ്നറ്റാണ് ഗൈസ്. എന്തായാലും ഇനി നൻപൻ്റെ മീറ്റിംഗ് കഴിയട്ടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. നോക്കൂ ഫ്രണ്ട്സ്, എനിക്ക് വേണ്ടി എൻ്റെ നൻപൻ ചായ ഇട്ടിരുന്നു. നൻപൻ ഇവിടെ ഉള്ളിയോടെയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഫുള്ള് ഉപ്പിട്ട് എന്നെ തൊലച്ച് എന്നെ പറ്റിച്ചു ഗൈസ്. നൻപ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നീ ചോദിക്ക്. അനുഗ്രഹം പറഞ്ഞാൽ പറയാല്ല. ഓക്കെ, എന്താ താങ്കളുടെ പേര്? എന്റെ പേര് സൂരജ്. മുഴുവൻ പേര് പറയടാ. എന്റെ പേര് സൂരജ് അയ്യർ. സൂരജ് ഒറ്റപ്പാലം രാമേന്ദ്രൻ. അയ്യർന്ന് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ജർമ്മനിയിൽ എന്ത് ചെയ്യുന്നു?
ഞാൻ നിലവിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. എന്ത് ജോലി? ഞാൻ IoT എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. അതെ, പുള്ളി ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ പുള്ളിയുടെ കമ്പനിയിലെ ഹെഡായിട്ട് ജോലി ചെയ്യുന്നു. ഇനി എന്താണ് നിനക്ക് അറിയേണ്ടത്? ഇനി എങ്ങനെയാണ് ജർമ്മനിയിലോട്ട് വന്നത്? ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് വന്നത്, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി. അതെ ഗൈസ്, ഇത് പഠിക്കാൻ വന്നിട്ട് ജോലി കിട്ടി ഞാൻ കണ്ടിട്ടുള്ള ഏക വ്യക്തി ഈ നിൽക്കുന്ന സൂരജ് അയ്യരാണ്. ഫുൾ വർക്കായത് പഠിച്ചു തീർത്ത്. ഉള്ളിയോടെ കഴിക്കുന്നു, കുറച്ച് ഉപ്പ് കൂടി. പക്ഷേ വ്ളോഗ് എടുക്കുക. ഞാൻ ഭയങ്കര വ്ളോഗറായി. 10,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്റെ വ്ളോഗ്. എന്തായാലും നമുക്ക് പുള്ളിയെ പറ്റി വിശദമായിട്ടൊന്ന് കാണാം, നമുക്ക് വിശദമായിട്ടൊന്ന് ഇരിക്കണം. ഇതിന് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് വരാം. അൻപൻ ഉള്ളിവടയും ചായയും തന്ന് നമ്മെ സൽക്കരിക്കുകയാണ്. നൻപൻ്റെ ഇവിടെ PS5 ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 2 കാര്യങ്ങൾക്കാണ് വരുന്നത്. ഒന്ന് നൻപനെ കാണാനും, 2 PS5 കളിക്കാനും. ഇത് ഉള്ളത് കൊണ്ട് ചില സമയത്ത് ഒരു ആശ്വാസമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഇതിലായിരിക്കും, പിന്നെ പ്രൊഡക്റ്റീവായിട്ട് നടക്കത്തില്ല. അതിനെക്കാട്ടും നല്ലത് ഇവിടെ ഇരിക്കുമ്പോൾ വല്ലപ്പോഴും വന്ന് കളിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അസാസിൻസ് ക്രീഡൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വന്ന സ്ഥിതിക്ക് ഇന്നൊരു കളി കളിക്കും. ജോയ്സ്റ്റിക്ക്. എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. സോ ഇത് സൂരജ് നൻപൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാ. താങ്ക് യു നൻപ ഫോർ ദ ഫുഡ്. പണ്ടത്തെ പാട്ടും ഇടിയപ്പവും കുറുമയും കോളയും. വേറെ ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ, കോള മാത്രമേ ഉള്ളൂ. ഇത് ഞാനുണ്ടാക്കിയ ചിക്കനും. അപ്പോൾ ഫുഡ് കഴിക്കും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പറ്റുമെങ്കിൽ ഒക്ടോബർ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മള് ഇവിടെ ഇപ്പോൾ വിട പറയുകയാണ്. അപ്പോൾ പോവാൻ നൻപ. ബൈ പറ. ബൈ.